വിദ്യാർത്ഥികൾ തന്നെ നൽകിയ രഹസ്യ വിവരത്തിന് പിന്നാലെയാണ് പരിശോധന നടന്നതെന്നാണ് വിവരം. കോളേജിൽ ഇന്ന് നടക്കാനിരുന്ന ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ പണപ്പിരിവ് നടന്നിരുന്നു. 250 രൂപ മുതൽ 500 രൂപ വരെയായിരുന്നു പിരിവ് നടന്നത്. ഇതിൽ കഞ്ചാവ് വേണ്ടവർ 500 രൂപ വരെ നൽകണമായിരുന്നു. ഇക്കാര്യം വിദ്യാർത്ഥികളിൽ ചിലർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇതോടെ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച വിവരം അറിഞ്ഞതോടെ പോലീസ് വൻ സന്നാഹമായി എത്തി ഹോസ്റ്റലിൽ റെയ്ഡ് നടത്തി. 3 പേരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ആലപ്പുഴ സ്വദേശി ആദിത്യൻ, കൊല്ലം സ്വദേശികളായ ആകാശ്, അഭിരാജ് എന്നിവരാണ് പിടിയിലായത്. ഇതിൽ പിടിയിലായ അഭിരാജ് കോളേജ് യൂണിയൻ ഭാരവാഹിയാണ്. യൂണിയൻ ജനറൽ സെക്രട്ടറിയും SFI പ്രവർത്തകനുമായ അഭിരാജ് 3ാം വർഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. പിടിയിലായ ആദിത്യൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ആകാശിന്റെ പക്കൽ നിന്ന് 1 കിലോ 909 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. ആദിത്യന്റെയും അഭിരാജിന്റെയും പക്കൽ നിന്ന് 9.9 ഗ്രാം വീതമാണ് കണ്ടെടുത്തത്. പിടികൂടിയ കഞ്ചാവിന്റെ അളവ് 1 കിലോയിൽ കുറവായതിനാൽ ആദിത്യനും അഭിരാജിനും ജാമ്യം ലഭിച്ചു. അതേസമയം കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവും മദ്യവും പിടിച്ചെടുത്ത സംഭവത്തിൽ വിശദീകരണമായി പ്രിൻസിപ്പൽ അജു തോമസും രംഗത്ത് വന്നു. കോളേജ് ഹോസ്റ്റലിലേക്ക് വേണ്ടിയായിരിക്കില്ല കഞ്ചാവ് കൊണ്ടുവന്നതെന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നതാകാമെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 51 ഏക്കർ സ്ഥലമാണ് ഇവിടെയുള്ളത്. ചുറ്റുമതിലും സെക്യൂരിറ്റിയുമുണ്ട്. എങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വന്നോ എന്ന് പറയാൻ പറ്റില്ല. സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡന്മാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു.